നമസ്കാരം. ഇന്നൊരു ചെറിയ കഥ പറയാം. ഒരിടത്തൊരു പ്രഭു ഉണ്ടായിരുന്നു. വളരെ സ്നേഹസമ്പന്നനായ അദ്ദേഹം തന്റെ സുഹൃത്തുക്കൾക്കും അയൽക്കാർക്കും ഒക്കെയായിട്ട് ഒരു വിരുന്ന് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിന്റെ വിരുന്നിൽ പങ്കെടുത്തു. ഭക്ഷണവും പാനീയങ്ങളും ഒക്കെ കഴിച്ച് അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽ ഒരാൾക്ക് അതികലശലായ വയറുവേദന അനുഭവപ്പെട്ടു. സുഹൃത്ത് പറഞ്ഞു, ഇന്നലെ വൈൻ കുടിക്കുന്ന സമയത്ത് എന്റെ വൈൻ ഗ്ലാസ്സിനുള്ളിൽ ഞാനൊരു സ്വർണ്ണ നിറമുള്ള പാമ്പിനെ കണ്ടു. പാമ്പിനെ കണ്ടതും വൈൻ കുടിച്ചതും ഒരുമിച്ചായതുകൊണ്ട് ആ പാമ്പ് എന്റെ വയറ്റിൽ എത്തിയിട്ടുണ്ടാകുമെന്നാണ് തോന്നുന്നത്. അതാണ് തന്റെ വയറുവേദനയ്ക്ക് കാരണമെന്ന് സംശയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. സുഹൃത്തുക്കളും ഈ വിവരം അറിഞ്ഞു. പലർക്കും പലതരത്തിലുള്ള അസ്വസ്ഥതകൾ തോന്നുന്നുണ്ടോ എന്ന സംശയമായി തലവേദനിക്കുന്നു, വയറുവേദനിക്കുന്നു, അങ്ങനെ പലർക്കും പലതരത്തിലുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങി. പ്രഭു വിവരം അറിഞ്ഞു. അദ്ദേഹം തന്റെ സുഹൃത്തിന്റെ വീട്ടിലെത്തിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. എന്നിട്ട് എല്ലാ സുഹൃത്തുക്കളെയും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എന്റെ വീട്ടിലേക്ക് വരണം. നിങ്ങൾ സംശയിക്കുന്ന ആ പാമ്പിനെ ഞാൻ അവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ എല്ലാവരും ഈ പ്രഭുവിന്റെ വീട്ടിലെത്തി. അദ്ദേഹം മേശപ്പുറത്ത് വൈൻ ഗ്ലാസുകൾ നിരത്തി വെച്ച് അതിനുള്ളിൽ വൈൻ ഒഴിച്ചിട്ട് എല്ലാവരോടും അതിനുള്ളിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി. ഒരു സ്വർണ്ണ നിറമുള്ള പാമ്പ് ആ വൈൻ ഗ്ലാസിനുള്ളിൽ എല്ലാം കിടക്കുന്നത് അവർക്ക് കാണാൻ സാധിച്ചു. അദ്ദേഹം അവരോട് മച്ചിലേക്ക് നോക്കാൻ പറഞ്ഞു. അവിടെ അതാ സ്വർണ്ണ നിറത്തിലുള്ള ഒരു പാമ്പിന്റെ ശില്പം തൂങ്ങിക്കിടക്കുന്നു. അതിന്റെ പ്രതിഫലനമായിരുന്നു അവർക്ക് എല്ലാവർക്കും ആ വൈൻ ഗ്ലാസുകളിൽ കാണാൻ സാധിച്ചത്. ഒരു ചിന്ത എത്ര വേഗമാണ് നമ്മളെ സ്വാധീനിക്കുന്നത് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ചെറിയ കഥയാണിത്. നമ്മുടെ ചിന്തകൾ തെളിമയുള്ളതായിരിക്കണം, അത് കൃത്യമായിരിക്കണം. നമ്മളെ സ്വാധീനിക്കാൻ കഴിയുന്ന ചിന്തകൾക്ക് നമ്മൾക്ക് വെളിച്ചം പകരാനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മുടെ ചിന്തകൾ ഏറ്റവും നിറമുള്ളതും തെളിമയുള്ളതുമായി തീരാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.